കഴിഞ്ഞ വെള്ളിയാഴ്ച ആണ് CJ റോയ് ലോകത്തോട് വിട പറയുന്ന. അദ്ദേഹത്തിൻ്റെ 3 എന്നുള്ള നമ്പറും പേറിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. ജനുവരി 30 ഉച്ചയ്ക്ക് 3 മണി. 3 മണിക്കും 3:10 ഇടയ്ക്ക്. ഒരുപാട് കഥകളും ഉപകഥകളും അഭ്യൂഹങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ CJ റോയ് ആയിട്ടുള്ള കുറേ പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും ഞാൻ കാണാനിടയായി. അതിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു സംഭവം, ആദ്യമായിട്ട് അദ്ദേഹം സ്വന്തമാക്കിയ മാരുതി 800, ഒരു ചുമന്ന മാരുതി 800, അതിന് അദ്ദേഹം തേടി അതിനെ വീണ്ടും സ്വന്തമാക്കിയ ഒരു കഥ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കാം, നമുക്കും ഒരു കൗതുകം ഉണർത്തുന്ന ഒരു എപ്പിസോഡായിട്ട് തോന്നാം. എന്നാൽ എനിക്ക് അത് കേട്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ നമ്മൾ കേരളീയമായിട്ടുള്ള ചിന്താമണ്ഡലങ്ങളും പിന്നെ അതിൽ നിന്ന് ഉടലെടുക്കുന്ന മുത്തശ്ശി കഥകളും അതെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. പ്രത്യേകിച്ചും എൻ്റെ മുത്തശ്ശി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒരു വസ്തു എല്ലാ ദിവസവും എല്ലാ വർഷവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ഒരു സാധനമല്ല നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലതും മാറും. അങ്ങനെ ഈ മാറ്റമാണ് എപ്പോഴും കോൺസ്റ്റൻ്റായിട്ടുള്ളൊരു സംഭവം, മാറ്റമാണ്. ഈ CJ റോയ്, അപ്പോൾ എൻ്റെ അമ്മൂമ്മ പറഞ്ഞത് അവരുടെ വിശ്വാസങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ വസ്തുക്കൾ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കളയണം. ഇപ്പോൾ വസ്ത്രങ്ങളായാലും എന്തായിരുന്നാലും നമ്മൾക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ദാറ്റ് വിച്ച് ഡസ് നോട്ട് സെർവ് യു എനി ലോങ്ങർ, ലെറ്റ് ഗോ എന്ന് വെച്ചാൽ അതിനെ ഉപേക്ഷിക്കുക. കാരണം അത് പിന്നെ നമ്മളുടെ ജീവിതത്തിലുണ്ടായിരുന്നാൽ അത് നമുക്ക് പോസിറ്റിവിറ്റിയേക്കാളും നമുക്ക് നെഗറ്റിവിറ്റി ആയിരിക്കും തരുന്നതെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ മുത്തശ്ശികളുടെയൊക്കെ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ആ കാറ് വാങ്ങിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആങ്സൈറ്റിയും സന്തോഷവും എല്ലാം കണ്ടിങ്ങനെ കൗതുകപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, ഈ കാറ്, അപ്പം ആ ഇൻ്റർവ്യൂ ചെയ്ത അരുൺ രാഘവൻ ചോദിക്കുന്നുണ്ട്, സാർ അത് ഒരു വലിയ പ്രയത്നമായിരുന്നല്ലേ എന്ന്. അതിന് ഡോക്ടർ റോയ് പറഞ്ഞത്, അത് അത്ര വലിയ ഇതൊന്നും ആയില്ല, 36 മണിക്കൂറിനാണ് പിള്ളേർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു ആ വാഹനം ബാംഗ്ലൂരിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ ഒരു വീട്ടിൽ 10 വർഷമായിട്ട് ഓടാതെ ആ വാഹനം അവിടെ കിടപ്പുണ്ട്. അപ്പം ഈ പയ്യനും ആശ്ചര്യം വന്നു, 10 വർഷമായിട്ട് ഓടാതെ കിടക്കുന്നൊരു വാഹനമോ? നമുക്കൊരാശ്ചര്യം തോന്നി, എന്താ ഈ 10 വർഷം ഓടാതെ കിടക്കുന്ന. അടുത്തതായിട്ട് മിസ്റ്റർ റോയ് പറയുന്നു, അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം കിടപ്പിലാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വയ്യ. എവിടെ ആൾക്കാർ പോയി ആ ട്രാൻസ്ഫർ പേപ്പേഴ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ വിരൽ പിടിച്ച് കൊണ്ടുവന്ന് തമ്പ് ഇംപ്രഷൻ എടുത്ത് ആണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ഡീഡ്സ് എല്ലാം ശരിയാക്കിയത് തന്നെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു വാഹനം
അതിനെ പിന്നെ എടുത്ത് ഇദ്ദേഹം സ്വാഭാവികമായി അതിനെ ഇത് എടുത്ത് തന്നെയൊക്കെ ഒന്ന് ഇത് റീഹാഷ് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും അതോടെ നിൽക്കട്ടെ. ഈ വാഹനം ഡോക്ടർ റോയുടെ ജീവിതത്തിലേക്ക് റീ എൻട്രി ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് പല 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 പടിപടിയായിട്ട്, ഒറ്റയടിക്കല്ല, പടിപടിയായിട്ട് തിരിച്ചടികൾ വരാൻ തുടങ്ങിയ. കഴിഞ്ഞ വർഷം നവംബറിൽ ഇദ്ദേഹം ഒരു വലിയ പാർട്ടി നടത്തിയിരുന്നു. എല്ലാവർക്കും അറിയാം. അത് ദുബായിൽ വെച്ചായിരുന്നു. അതിൽ വലിയ പ്രമുഖ മുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ ഫീൽഡിലുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ബിസിനസ് രംഗത്തുള്ളവരും പ്രമുഖരെല്ലാവരും അവിടെ ആ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് സെർച്ച് വരുന്നത്. റെയ്ഡല്ല, സെർച്ച്. അവർ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആണ് ആ ഒരു സമയം, ഡിസംബർ ജാനുവരി. നമ്മൾ ഓർത്താൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. 4.5 മണിക്കൂർ അടുത്ത് ദുബായിലെ ഷെയ്ഖ് ഇന്ത്യയിൽ വന്ന് 2 മണിക്കൂർ പ്രധാനമന്ത്രിയുമായിട്ടിരുന്ന് കുറേ കരാറുകൾ ഒപ്പിട്ട് 2 മണിക്കൂറിനാണ് അദ്ദേഹം 2.5 മണിക്കൂറിനാണ് അദ്ദേഹം തിരിച്ചു പോയിന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും ഒരുപാട് കരാറുകൾ ഒപ്പിട്ടു. പക്ഷെ അതിൽ ഒരു പ്രധാനപ്പെട്ട കരാറുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മണി അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അതിൻ്റെ സോഴ്സ് ചോദിക്കണം. അത് ഇന്ത്യ UAE ഒരു കരാറാണത്. അപ്പം അത് മിസ്റ്റർ CJ റോയ് അറിഞ്ഞിട്ടുണ്ടാകും. ആ സമയം മുതലാണ്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഒരു ചെയിൻ റിയാക്ഷൻ കണക്കാണ്. ഒന്നൊന്നായിട്ട് വരുന്ന കണക്ക് എനിക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവാം, അത് കമൻസിൽ എഴുതുക. എനിക്ക് തോന്നിയതാണ്. കാരണം ഒന്നാമത് ചലിക്കേണ്ട ഒരു സംഭവമാണ് ഈ വാഹനം, ക്ലോക്ക്, അങ്ങനെയുള്ളതെല്ലാം. നമ്മൾ പണ്ടേ നമ്മളെ വീടുകളിൽ പറയും, ചത്ത ക്ലോക്ക് കേടാണെങ്കിൽ അതിനടുത്ത് ദൂരെ വീട്ടിൽ നിന്ന് വെളിയിലാക്കാൻ പറയും. അതുപോലെ തന്നെ ഒരു വാഹനമാണെങ്കിലും അത് പിന്നെ ഓടുന്നില്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്തോളെ, അല്ലെങ്കിൽ ആക്രിക്ക് വിറ്റുകളെന്ന് പറയും. ഇതൊക്കെ നമ്മളെ വീടുകളിലും നാട്ടിൻ പ്രദേശത്തും എല്ലാം കേൾക്കുന്ന ഒരു സംഭവമാണ്. അതേ കണക്ക് തന്നെ ഇതിന് CJ റോയ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് ഏത് അവസ്ഥയിലാണ്? നിശ്ചലമായ അവസ്ഥ. അത് വാങ്ങിച്ച ആളിനും നിശ്ചലം. അപ്പോൾ ഇത്രയും നിശ്ചലതകൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്കെന്തോ ഇത് തോന്നി. അത് ചിലപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള പണ്ട് മുതലേ ഉള്ള ഈ കഥകളും ഉപകഥകളും അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം. പക്ഷേ CJ റോയ് അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അതൊരു നിമിത്തം കണക്കാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്.